ശ്രീ കെ എം മാണിയെ പറ്റി ഓർത്തപ്പോൾ അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ട ആ സംഭവത്തെപ്പറ്റി ഓർത്തു പോവുകയാണ്. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലാരോ ഒന്ന് ബെല്ലടിച്ചു. അപ്പോൾ എൻ്റെ ഫാദർ എഴുന്നേക്കൽ കുറച്ച് താമസിക്കും. ഇത് ഏതാണ്ട് 7 മണി 6:45 മണി മറ്റോ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ പോയി വാതിൽ തുറന്നു. അപ്പോൾ നിൽക്കുന്ന ആളിനെ കണ്ടിട്ട് എനിക്ക് ഒരു പരിചയവും തോന്നുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ നല്ല അലക്കി തേച്ച നല്ല മുണ്ട് ഷർട്ടൊക്കെ ഇട്ട ആളിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഒരു 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 കുലീനത്തുണ്ട്. പിന്നെ ഈ ഖദറിൻ്റെ മുണ്ടും ഷർട്ടുമാണ്. അപ്പോൾ അതിൽ നിന്ന് കോൺഗ്രസ്സുകാരനാണെന്നുള്ളത് ഞാൻ ഊഹിച്ചെടുത്തു. ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്തോട്ട് കയറ്റിയിരുത്താം എന്നൊരു നിഗമനത്തിൽ ഞാൻ എത്തി. അതുകൊണ്ട് വരാന്തയിലിരുത്താതെ അകത്ത് സിറ്റിംഗ് റൂമിലോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മുകളിൽ പോയി ഫാദറിനെ വിളിച്ചു. അപ്പോൾ ഫാദർ എഴുത്തുവഴി ചോദിച്ചു, ആരാണ് വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനിതുവരെ കണ്ടിട്ടില്ല, എനിക്ക് പരിചയമില്ല, പടം കണ്ടു ഒന്നും പരിചയമില്ല. അപ്പോൾ ഏതായാലും ഖദറായിട്ടേക്കുന്നത് നല്ല അലക്കി തേച്ച്, അപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്ന് ഏകദേശം ഊഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫാദർ എഴുന്നേറ്റ് താഴെ ചെന്ന് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഉള്ള സംഭാഷണം വളരെയധികം നേരം ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ സംസാരം കഴിഞ്ഞ് ഫാദർ ചാച്ചൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചത്, ആരായിരുന്നു ആൾ? അതെ, കെ എം മാണി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. പുള്ളി ഇപ്പോൾ ഇലക്ഷൻ ജയിച്ച് MLA ആയിട്ട് വന്നതാണ്. പുള്ളി അസംബ്ലിയിൽ ഇന്ന് ആദ്യത്തെ പ്രസംഗം നടത്താൻ പോവുകയാണ്. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ മാറ്റർ എഴുതി കൊണ്ടുവന്നിട്ട് ഞാനതൊന്ന് വായിച്ച് നോക്കണം, എന്തെങ്കിലും തെറ്റുണ്ടോ. അപ്പോൾ എൻ്റെ ചേച്ചന് ഇതെല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്, അതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുണ്ട് ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട്. അപ്പം അതൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് വന്നതാണ്. അല്ല, ആലുവയിലല്ല, തിരുവനന്തപുരത്ത്. അല്ല, MLA ആയിട്ട് പാസ്സായതിന് ശേഷം ആദ്യത്തെ അസംബ്ലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ അസംബ്ലി മീറ്റിങ്ങിലെ ആദ്യത്തെ പ്രസംഗം പരിചയമുള്ള ആരെക്കൊണ്ടെങ്കിലും റിവ്യൂ ചെയ്യിക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി എൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇച്ചാച്ചൻ വന്ന് കൂട്ടത്തിലിരുന്ന് മുഴുവൻ വായിച്ചു നോക്കി. ചില കാര്യങ്ങൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റേണ്ടി വന്നു. മൊത്തത്തിൽ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇത് ചാക്കോച്ചന് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അതെ, പി ചാക്കോ എൻ്റെ ചാച്ചൻ ചാക്കോച്ചൻ എന്നാണ് വീട്ടിൽ തന്നെയും റെഫർ ചെയ്യുന്ന ചാക്കോച്ചൻ എന്നായിരുന്നു. അപ്പോൾ ചാക്കോച്ചന് വളരെ താല്പര്യമുള്ള, അന്ന് അപ്പോഴത്തേക്കും പി ചാക്കോ മരിച്ചതിന് ശേഷമാണ് മാൺ സാറ് അസംബ്ലി വരുന്നത്. അത് കഴിഞ്ഞ് എത്ര വർഷമായി കാണുമായിരിക്കും? 64 കഴിഞ്ഞിട്ട് ഒരു അടുത്ത അസംബ്ലി തന്നെ വന്നല്ലോ അല്ലേ? 66 തോന്നുന്നു ആയിരിക്കും, എനിക്ക് ഓർമ്മയില്ല. സാറ് പക്ഷെ ആദ്യമായിട്ട് പാലായിൽ നിന്ന് ജയിക്കാം അല്ലേ മാണി സാറ് MLA ആകുന്നത്? അതെ, അതിനു മുമ്പ് പാലായിലെ നിന്നിട്ടുള്ളൂ. അതെ. അപ്പം അങ്ങനെ ഈ PT ചാക്കോയ്ക്ക് താല്പര്യമുള്ള ഒരാളെന്നുള്ള നിലയിൽ ഈ സ്പീച്ച് പിന്നെ കാണാൻ വരുമായിരുന്നു? ഇല്ല. അനുസരിച്ച് താങ്കളുടെ ഫാദറിനെ കൊണ്ടാണ് റിവ്യൂ ചെയ്യിച്ചത്. പിന്നെ ന്യൂസ് പേരാണ് പറയുന്നത്. അത് കഴിഞ്ഞ് എന്ത് മാത്രം ചരിത്രം ഉണ്ടായിരിക്കും. കാരണം PT ചാക്കോയ്ക്ക് കെ എം മാണി ഒരു നേതാവെന്നുള്ള നിലയിൽ കയറി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിവുണ്ടായിരുന്നു. അമ്മാമ്മ സത്യം പറഞ്ഞ മാണിസാറിന്റെ കല്യാണം കണ്ടതാണോ? കല്യാണത്തിന് പോയില്ല. എനിക്ക് അമ്മാമ്മയുടെ ചെറുപ്പത്തിലാണ് കല്യാണം നടക്കുന്നത്. എപ്പോഴാണ് എനിക്ക് വലിയ ഓർമ്മയില്ല. അതെ, കുട്ടിയമ്മ എന്റെ അമ്മായിയാ, അക്ഷയുടെ ഫസ്റ്റ് കസിൻ അല്ലേ. എന്റെ ഫാദറിന്റെ PT ചാക്കോ അല്ലേ എന്റെ ഫാദറിന്റെ
അമ്മയുടെ അനിയത്തിയുടെ മകളാണ്. കസിനാണ്, പപ്പായുടെ കസിനായിരുന്നു. അച്ഛയുടെ ഫസ്റ്റ് കസിൻ. അച്ഛൻ എന്നാണ് ഞങ്ങള് ഫാദറിനെ വിളിച്ചിരുന്നത്. അല്ല, ഇത്രയും പറഞ്ഞ കൂട്ടത്തില് ബാക്കിയും കൂടെ പറയാം. അതെ. പി ടി ചാക്കോയുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ്, കല്യാണത്തിന് മുമ്പ്. അത് സംസാരിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഫോണിൽ സംസാരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫോണിൽ സംസാരിച്ചത്, ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഇച്ചാച്ചനെ രാത്രി വിളിക്കുന്നതാണ്. ഫോൺ എടുക്കുമ്പം ഞാനായിരിക്കും എടുക്കുമ്പം വോയിസ് കൊണ്ട് മനസ്സിലാകും ഇച്ചാച്ചനല്ലെന്നുള്ളത് പുള്ളിക്കാരന് മനസ്സിലാകും. അപ്പോൾ കട്ട് ചെയ്യത്തില്ല. മിനിസ്റ്ററാണെന്ന് പറയും. ആരാ വിളിച്ചതെന്ന് അറിയണമല്ലോ. മിനിസ്റ്ററാണെന്ന് പറയും. അപ്പം മിനിസ്റ്ററാണെന്ന് പറയുമ്പോഴത്തേക്കും അപ്പം ഞാൻ പറഞ്ഞേക്കാമെന്ന് പറയും. ഫോൺ വെക്കും. പക്ഷെ ഉടനെ തന്നെ എൻ്റെ ഇച്ചാച്ചൻ തിരിച്ചു വിളിക്കും.